ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. പ്രേമീസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതൊരു അസലൊരു തേങ്ങ ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുന്നൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന്. ഇത് എൻ്റെ മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടപ്പോൾ അത് മോളുടെ കൂട്ടുകാരികൾക്കെല്ലാം നല്ലതുപോലെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് വീണ്ടും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മോളുടെ കൂട്ടുകാരികൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ആൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചമ്മന്തി കുറച്ച് ദിവസം എടുത്ത് വയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്കിന്ന് ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുള്ളതാണ്. പിന്നെ വെളുത്തുള്ളി, 5 വറ്റൽമുളക് പൊട്ടിച്ചത്, 20 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, പച്ചമുളക് 5 എണ്ണം, നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇനി അരിച്ചെടുക്കുക കൂടെ വേണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ, ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ ചമ്മന്തിക്ക്. ഇല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും എണ്ണ എടുത്താൽ മതി. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. എണ്ണ തേ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ ഉള്ളിന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചില്ല ചെറിയ ഉള്ളി മൂത്ത് വരണം കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പിന്നീട് ബാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. പിന്നെ കറിവേപ്പില ഇഷ്ടമല്ലെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിൽ തേങ്ങ ചിലവുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല കളർഫുള്ളായിട്ടുള്ള ചമ്മന്തി കാണാനായിട്ട്. കളർഫുൾ മാത്രമല്ല, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരു ദിവസം അത് ട്രൈ ചെയ്താൽ പിന്നെ ഇത് കുട്ടികൾക്ക് കൊടുത്തു വിട്ടാൽ കുട്ടികളത് പറയും ഈ ചമ്മന്തി തന്നെ മതിയെന്ന്. ഓഫീസിലേക്കും കൊണ്ടുപോകാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഈ തേങ്ങയെല്ലാം നല്ലതുപോലെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗവും നല്ലതുപോലെ ഒരുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി 1 സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ച് മുളക് പൊടി 2-3 സ്പൂണ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മുളക് പൊടി തേങ്ങയിൽ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ നമുക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി അരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് പുളി ഒഴിച്ച് കൊടുക്കേണ്ട.
കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നോക്കിയ ശേഷം മാത്രം പുളി മതി എന്ന് നോക്കിയ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം ചില പുളികൾ നല്ല പുളിപ്പുണ്ടാവും, പ്രത്യേകിച്ചും പഴംപുളിയൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ നല്ല പുളി ഉണ്ടാവും. അതുകൊണ്ട് ഇളക്കി കഴിഞ്ഞ് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി നോക്കിയ ശേഷം മാത്രം വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഉപ്പ് പുളിയിൽ തന്നെ ചേർത്തിട്ട് നല്ലതുപോലെ കലക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പുളി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പുളിയുടെ ആ അംശം, പുളിയുടെ വെള്ളത്തിൻ്റെ ആ നനവെല്ലാം നല്ലതുപോലെ മാറുന്നത് വരെ, ആ വെള്ളം വറ്റുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വറ്റുക എന്ന് പറയാൻ മാത്രം വെള്ളമൊന്നും നമ്മൾ പുളിവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നല്ലതുപോലെ പുളിയെല്ലാം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കറക്കി എടുത്തിട്ടും ഉപയോഗിക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതുപോലെ തന്നെയാണ്, മിക്സിയിലൊന്നും പൊടിക്കാതെയോ അല്ലെങ്കിൽ ഒന്ന് കറക്കി എടുക്കാതെയോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് അങ്ങനെയാകുമ്പോൾ കുറച്ച് കൂടുതൽ ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റും ഈ ചമ്മന്തി. അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇത് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പറയും അമ്മ ഇത് തന്നെ മതി എന്ന് എന്തായാലും പറയട്ടോ. അത് പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ